ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം എന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് ഞാൻ മനോരമ ന്യൂസിൽ കണ്ടിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. 2 വ്യക്തികൾ തമ്മിൽ ഫോൺ പേ വഴി ഒരു ട്രാൻസാക്ഷൻ നടത്തി. അതായത് എ എന്ന് പറയുന്ന ഒരാളും ബി എന്ന് പറയുന്ന ഒരാളും. ഈ ബി എന്ന് പറയുന്ന ആൾ കുറച്ച് എമൗണ്ട് എയ്ക്ക് അയച്ചു കൊടുത്തു. ഈ ബി എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, എ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ എ എന്ത് ചെയ്തു? എ നേരെ ഗൂഗിളിലേക്ക് ചെന്നിട്ട് ഫോൺ പേ കസ്റ്റമർ കെയർ നമ്പർ സെർച്ച് ചെയ്തു. അപ്പോൾ ഒരു നമ്പർ മുകളിൽ വന്നു. ആ ഒരു നമ്പറിൽ അദ്ദേഹം കോൾ ചെയ്ത ശേഷം ഇവരുമായിട്ട് സംസാരിച്ച സമയത്ത് അവരെന്താ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ OTP നിങ്ങളുടെ ഫോണിൽ ഈ ലിങ്ക് തരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഈ OTP അടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? അത് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കഴിഞ്ഞ സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഏകദേശം 40,000 രൂപയാണ് അവർ വിഡ്രോ ചെയ്തെടുത്തത്. ഇതൊരു തരത്തിലുള്ള ഒരു ഫ്രോഡ് പരിപാടിയാണ്, അതായത് OTP ഹൈജാക്കിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും നിങ്ങളുടെ ബാങ്കിങ് റിലേറ്റഡ് OTPസോ ബാങ്കിങ് റിലേറ്റഡ് ഡീറ്റെയിൽസോ അതിനി നിങ്ങളുടെ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെന്ന് പറയുന്നത്, ഈ ഫോൺ പേ അതേപോലെ ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ എടുക്കരുത്. കാരണം ഇപ്പോൾ എനിക്കായാൽ പോലും ഒരു കസ്റ്റമർ കെയർ നമ്പർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഗൂഗിളിൽ ഏറ്റവും ടോപ്പിൽ റാങ്ക് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് പൈസ കൊടുത്തിട്ട് ഗൂഗിളിൽ ടോപ്പിൽ റാങ്ക് ചെയ്യിക്കാൻ പറ്റും. അത് പല ആൾക്കാർക്കും മനസ്സിലാവില്ല, ഇത് പൈസ കൊടുത്ത് റാങ്ക് ചെയ്തതാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ UPI ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബാങ്കിങ് ആപ്ലിക്കേഷൻസിൻ്റെ ഒന്നും കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്. കിട്ടുന്നത് പകുതിയും ഫേക്ക് ആയിരിക്കും. അത് ഇതേപോലെ ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു എമൗണ്ട് ഒന്നെങ്കിൽ അയച്ച ആളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ റിസീവ് ആവേണ്ട ആരാണോ അവരുടെ അക്കൗണ്ടിലേക്കോ ക്രെഡിറ്റ് ആയിട്ട് വരുന്നതാണ്. അതായത് 4 to 5 വർക്കിംഗ് ഡേയ്സ് ആണ്, അത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസിൻ്റെ കോൺടാക്റ്റേഴ്സ് എന്നൊരു സെക്ഷനോ അല്ലെങ്കിൽ ഹെൽപ്പ് എന്ന സെക്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി വെക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.